ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെ എന്ത് കാര്യത്തിനും ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും വരും. എല്ലാ വീടുകളായിട്ടും നല്ല ബന്ധമുണ്ട്. അത് എന്ത് കാര്യമാണെങ്കിലും ഇപ്പം തന്നെ ഒരു ആസ്പത്രി കേസാണെങ്കിലും അല്ലാത്ത കേസാണെങ്കിലും വിളിച്ച് പറഞ്ഞ് എല്ലാ കാര്യവും വളരെ സജീവമാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു കുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിനെ ഒരു അന്യനായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സാറിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ വി ഡി സതീശന് 30 വർഷമായിട്ട് പറവൂർ വന്നിട്ട് 25 വർഷമായിട്ട് MLA. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വ്യത്യസ്തമായ രീതിയിലുള്ള ശൈലി വന്നാലും, കാരണം ഇത് ശരിക്കും ഒരു ശക്തമായൊരു ഓരോ തവണ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർന്നു വരുന്നത് കാണാൻ കഴിയും. ഇത്തവണയും അത് തന്നെ ഉണ്ടാവുള്ളൂ. വന്ന കാലം തുടങ്ങി ഇന്ന് വരെയും കൂടെ അങ്ങ് ഉണ്ടാവും, എന്നും ഉണ്ടാവും. അങ്ങേര് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുകയും ചെയ്യും. അങ്ങേരിക്ക് ആരെതിരുന്നാലും, പണ്ട് പന്നിയൻ രവീന്ദ്രനെതിരുന്നപ്പോൾ പറഞ്ഞ് പേടിപ്പിച്ച് ഒന്നും ഉണ്ടായില്ല. അന്ന് നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണ വോട്ട് ചെയ്യുന്നത് ആളുകളുടെ ഉള്ളിൽ ഒരു വേറെ ഇന്റൻഷൻ ഉണ്ട്. അത് ഞാനിപ്പോൾ ഇതിൽ കൂടി പറയാനില്ലെന്ന് മാത്രം. അതുകൊണ്ട് മത്സരം കടുത്തതാണെന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചാനലിലൂടെയൊക്കെ ഇങ്ങനെ പറയും. മത്സരമൊന്നുമല്ല, ജനം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് സംഭവിക്കും. എന്ന് പറയാല്ല, കേരളത്തിൽ തിളങ്ങിയൊക്കെയാണ്. ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു സ്ഥാനം ഉണ്ട്, അങ്ങേരിക്ക് അവിടെ എത്തും. അതിലൊരു സംശയം വേണ്ട. അങ്ങേരി നയിച്ചോളും. എല്ലാവരും പ്ലാനിങ് ആണല്ലേ എല്ലാ കാര്യവും. ഇപ്പം തന്നെ 5 പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അത് 3000 രൂപ പെൻഷൻ, 25,000 രൂപ, 25 ലക്ഷം രൂപ ഇൻഷുറൻസ്, അതുപോലെ തന്നെ മറ്റുള്ള ഈ 1000 രൂപ പഠിക്കുന്ന കുട്ടികൾക്ക്. അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഇനിയും അങ്ങേരുടെ ബാഗിലുണ്ട്. അത് മുഴുവൻ പുറത്തെടുക്കും. അപ്പോൾ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഒരു മങ്ങലേക്കൂല. കൂടെ ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ അത് ഓരോ വർഷം കൂടിയാ വന്നേക്കുന്നത്. ആദ്യം മുതൽ എടുത്തു കഴിയുമ്പോൾ ഓരോ വർഷം കൂടിയാ വന്നേക്കുന്നത്. പിന്നെ ആദ്യം 96-ലാണ് ആദ്യം മത്സരിക്കാൻ പറ്റുന്നത്. അന്ന് 1000 പരം വോട്ടിനാണ് പുള്ളി 1000 വോട്ടിനാണ് പുള്ളി അന്ന് അപരിചിതനാണ്. പക്ഷെ പിന്നെ 5 വർഷം പുള്ളിയുടെ ഒരു MLA തോറ്റുപോയൊരു സ്ഥാനാർത്ഥി ആദ്യമായി ഒരു പുതിയ ഒരു തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ മത്സരിച്ച് കഴിഞ്ഞ് തോറ്റിട്ടുണ്ട്, പിന്നെ ആ മണ്ഡലത്തിലേക്ക് വരാറില്ല, പിന്നെ അടുത്ത മണ്ഡലം തേടി പോകും. പക്ഷെ പുള്ളി അത് അന്ന് മുതൽ വി ഡി സതീശൻ അന്ന് മുതൽ നിന്ന് പിന്നത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ആ 10 വർഷം സിറ്റിംഗ് MLA ആയിരുന്ന ആളെ അട്ടിമറിച്ചാണ് ജയിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറും. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. ഇന്നിപ്പോൾ ഈ ഇവരുടെ വാഗ്ദാനങ്ങൾ മാത്രമാണ്, പക്ഷെ അത് അങ്ങേരെ നടപ്പാക്കും. അതിലൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയാണ്. പിന്നെ വർഗീയത അങ്ങേരിയുടെ അയലന്തരത്തടുപ്പിക്കില്ല. അതാണ് അങ്ങേരിയുടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബഹുമാനം. വർഗീയത എന്ന് പറഞ്ഞാൽ അങ്ങേരിക്ക് ഇഷ്ടമല്ല. അതാണ് വേണ്ടതും. കേരളത്തിൽ നമ്മൾ എല്ലാവരും സഹോദര്യങ്ങളെ പോലെ ജീവിക്കണം. അല്ലാതെ ഇപ്പം തന്നെ ഈ വാർഡിൽ തന്നെ എല്ലാ മതസ്ഥരുണ്ട്. ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. പക്ഷേ പുറത്ത് കാണുന്ന ഈ കോലാഹലം എന്ന് വെച്ചാൽ ചില രാഷ്ട്രീയ മുതലെടുപ്പും മറ്റുമൊക്കെയാണ്. ഇവിടെ യാതൊരു വിഷയവും, എല്ലാ ജാതിക്കാരും ഉണ്ട്. ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിക്കണം. അങ്ങേരും അതിനൊക്കെ ഈ വർഗീയതക്കെതിരാണ്. മൂത്ത് നോക്കി പറയും, ആരെയും തിന്നാൻ നിരങ്ങാൻ പോകില്ലെന്ന് പറഞ്ഞാൽ പോകില്ല. അങ്ങേരി മറ്റുള്ളവർ പറഞ്ഞ കേസല്ല, അങ്ങനെ പോകില്ല. ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാവും, എന്നാലും പറഞ്ഞ വാക്കുമായിരിക്കും. അതാണ് അങ്ങേരുടെ കഴിവ്, അങ്ങേരെ കുറിച്ചുള്ള ബഹുമാനവും. അതുകൊണ്ട് അങ്ങേര് തന്നെ അധികാരത്തിൽ വരും, നല്ല ഭൂരിപക്ഷത്തിൽ വരും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ തവണത്തേൻ്റെ ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടാവും, 100% ഉറപ്പ്. പിന്നത്തെ പ്രാവശ്യം ഏറ്റവും മോശം രാഷ്ട്രീയ കാലാവസ്ഥയിൽ 2006 അന്നും ഈ സീറ്റ് നിലനിർത്തി. അന്ന് കടുത്ത മത്സരമായിട്ട് അന്നൊക്കെ അന്നെല്ലാം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നത്തെ വന്നു കഴിഞ്ഞപ്പോഴും അവർ കടുത്ത 2011 വന്നപ്പോൾ ഈ CPM-ന്റെ ശക്തി ദുർഗങ്ങളാണ് വടക്കേക്കര, ചിറ്റാറ്റുകര. മുമ്പൊക്കെ വടക്കേക്കര ആയിരുന്ന സമയത്ത് ഇവിടുത്തെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോഴാണ് CPM ജയിച്ചിരുന്നത്. അത് ഇതിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചിരുന്നത് അതാണ് പന്നിയെ കൊണ്ടുവരുന്നത്. അന്ന് 11,000 വോട്ടിന് ജയിച്ചു. പിന്നെ അങ്ങോട്ട് 2016, 2021 ഒരു വീണ്ടും നല്ല ഭൂരിപക്ഷത്തിലുണ്ടാവും. അത് 30 വർഷമായിട്ടുള്ള ബന്ധം പറവൂരായിട്ടുണ്ട്. അല്ല, അതിപ്പോൾ അവരാരെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർത്തും, അതിൽ നമ്മളതിൽ വലിയൊരു ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ തീരുമാനം. അതായത് ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ കണ്ണൂർക്കാരനല്ലായിരുന്നു, ശരിക്കും കണ്ണൂർക്കാരൻ, തിരുവനന്തപുരം MP ആയിരുന്ന ആൾ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഓരോരുത്തർ മത്സരിക്കാൻ അവർക്ക് പറ്റിയ
അവർക്ക് യുക്തമായി തോന്നുന്ന ഒരാളെ അവർ മത്സരിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ നമ്മളതിൽ വലിയ കമന്റ് പറയേണ്ട കാര്യമില്ല. അതായത് സ്ഥാനാർത്ഥി ആരെയും അവർക്ക് നിർത്താം. നമ്മുടെ അത് കാര്യമില്ല. അല്ല ആരെ വേണമെങ്കിലും നിർത്താം.